കോഴിക്കോട് ജില്ലാ കളക്ടർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണം. അല്ല, 77 പേരും ക്വാറന്റൈനിലല്ല. അതിൽ 15 പേരാണ് ഹൈ റിസ്ക് കാറ്റഗറിയിലായിട്ടുള്ളത്. 2 പേരാണ് ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലുള്ളത്. ഹൈ റിസ്ക് കാറ്റഗറിയിൽ 13 പേരുമാണുള്ളത്. അപ്പം ഈ 15 പേരാണ് നമ്മൾ ക്വാറന്റൈനിലുള്ളത്. അത് എക്സാക്ട്ലി എന്താണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ ഇപ്പോൾ ഇതുവരെ പറ്റിയിട്ടില്ല. 2 സസെപ്റ്റബിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, ഈ പറയുന്നത് പോലെ അദ്ദേഹം ജോലി ചെയ്യുന്ന സാധന സാമഗ്രികൾ വെച്ചിരുന്ന ഗോഡൗണും, രണ്ടാമത്തേത് നമ്മളുടെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ള ഒരു സപ്പോട്ട മരവും ആയിരുന്നു. അപ്പം ഇതിൽ രണ്ടിലേതാണ് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ഇത് മാത്രമല്ല, നിപ്പ മാത്രമല്ല, കമ്മ്യൂണിറ്റിയിൽ പലതരത്തിലുള്ള പനികളുള്ള ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മൺസൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫീവേഴ്സ് ഉള്ളൊരു സമയമാണ്. പരമാവധി നിങ്ങൾ പബ്ലിക് ഗ്യാതറിങ്സിന് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യുക. ഫീവർ ഉള്ളവരാണെങ്കിൽ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ഹോസ്പിറ്റൽസിൽ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുകയോ ഹോസ്പിറ്റൽ വിസിറ്റിന് നിങ്ങൾ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള സെൽഫ് ക്വാറന്റൈനിങ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലായിടത്തും നിർബന്ധമാക്കുക എന്നുള്ളത് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി.